ഹരിശ്രീ ഗണപതയേ നമഃ. ഹവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 43-ാമത്തെ സർഗം സുഗ്രീവന്റെ വിജയത്തെ ഘോഷിക്കുന്നത്. തതസ്സ കിങ്കരാൻ ഹത്വാ ഹനുമാൻ ധ്യാനമാസ്ഥിത. അതായത് കിങ്കരന്മാരെന്ന് വൻപട കൊല്ലപ്പെട്ട വിവരം കേട്ട് രാക്ഷസ രാജാവ് കോപത്താൽ കണ്ണുകൾ ഉരുട്ടി മിഴിച്ച് അതുല്യ പരാക്രമിയും അജയ്യനുമായ പ്രസ്ഥപുത്രനെ യുദ്ധത്തിന് അയച്ചു എന്നാണല്ലോ നമ്മൾ കഴിഞ്ഞ സർഗത്തിൻ്റെ അവസാനം വായിച്ചത്. അങ്ങനെ ആ കിങ്കരന്മാരെ കൊന്ന ശേഷം ഹനുമാൻ ചിന്തയിൽ മുഴുകി. വനം ഭഗ്നം മയാ ചൈത്യപ്രാസാദൂന വിനാശിത തസ്മാ പ്രാസാദമപ്യേവം ഹിമം വിധ്വംസയാമ്യഹം ഇതി സഞ്ചിന്യ മനസാ ഹനുമാൻ ദർശയൻ ബലം ചൈത്യപ്രാസാദമാപ്ലുത്യ മേരുശൃംഗമിവോന്നതം ആരുരോഹാകപിശ്രേഷ്ഠോ ഹനുമാൻ മാരുതാത്മജ. ഞാൻ ഈ പ്രമദവനം തകർത്തു, എന്നാൽ ചൈത്യപ്രാസാദം തകർത്തില്ല. എൻ്റെ ബാഹുബലം ധരിപ്പിക്കാനായി ഞാൻ ഇതിനെയും പൊടിപൊടിയാക്കാം എന്ന് മനസ്സാ നിശ്ചയിച്ച് വായുപുത്രനായ ഹനുമാൻ മേരുപർവ്വത ശിഖരം പോലെ സമുന്നതമായ ആ ചൈത്യപ്രാസാദത്തിൽ തൻ്റെ ശക്തി വെളിപ്പെടുത്തും വിധം കുതിച്ച് ചാടിക്കയറി. ആരുഹ്യഗിരിസങ്കാശം പ്രാസാദം ഹരിയൂതവ ബഭൗ സസുമഹാതേജ പ്രതിസൂര്യായിവോദിത. പർവ്വതദർശ്യമായ പ്രാസാദത്തിൽ കയറിയിരുന്ന ഹനുമാൻ ഉദിച്ചുയർന്ന മറ്റൊരു സൂര്യനെ പോലെ തേജോമയനായിട്ട് വിളങ്ങി. സംപ്രദൃശ്യ ചതുർദർശം ചൈത്യപ്രസാദമുത്തമം ഹനുമാൻ പ്രജ്വലൻ ലക്ഷ്മ്യ പാരിയാത്രോപമോപവേദ്. ദുഷ്പ്രാപവും അത്യുന്നതുമായ ചൈത്യപ്രാസാദത്തെ ആക്രമിച്ചു കീഴടക്കിയ ഹനുമാൻ പാരിയാത്രം എന്ന കുലപർവ്വതം പോലെ പ്രശോഭിച്ചു. സഭൂത്വാസു മഹാകായ പ്രഭാവാൻ മാരുതാത്മജ പൃച്ഛമാസ്ഫോടയാമാസ ലങ്കാം ശബ്ദേന പൂരയൻ. ഹനുമാൻ സ്വപ്രഭാവത്താൽ ബൃഹത് ശരീരനായി ശബ്ദത്താൽ ലങ്കയെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ഭൂമിയിൽ ശക്തിയായിട്ട് അടിച്ചു. തസ്യാസ്ഫോടിത ശബ്ദേന മഹദാ ശ്രോത്രകാദിന ഭേദോർവിഹംഗമസ്തത്ര ചൈത്യപാലാശ്ച മോഹിത. ഹനുമാന്റെ കർണഭേദിയായ ശബ്ദം കേട്ട് പക്ഷികൾ ഭയപ്പെട്ട് താഴെ വീണു. ചൈത്യപ്രാസാദത്തിലെ കാവൽക്കാരും ഹമ്പരുന്നു. അസ്ത്രവിജയതാം രാമോ ലക്ഷ്മണശ്ച മഹാബല രാജാ ജയതി സുഗ്രീവോ രാഘവേണാനുപാലിത. അസ്ത്രസ്ഥനായ രാമനും മഹാബലവാനായ ലക്ഷ്മണനും ജയിക്കട്ടെ. ശ്രീരാമപാലിതനായ രാജ സുഗ്രീവനും വിജയിക്കട്ടെ. കോസലേന്ദ്രസ്യ ദാസോഹം രാമസ്യ ഹൃഷ്ടകർമ്മണ നിഹന്ത ശത്രുസൈന്യാനാം ഹനുമാൻ മാരുതാത്മജ. അക്ലിഷ്ടകർമാവും കോസലേന്ദ്രനുമായ ശ്രീരാമന്റെ ദാസനും ശത്രുസൈന്യഹന്താവും വായുപുത്രനുമായ ഹനുമാനാണ് ഞാൻ. സ രാവണ സഹസ്രമേ യുദ്ധേ പ്രതിബലം ഭവേത് ശിലാഭിശ്ച പ്രഹരദ പാദപൈശ സഹസ്രശ. ആയിരക്കണക്കിന് ശിലകളും മരങ്ങളും കൊണ്ട് യുദ്ധക്കളത്തിൽ ശത്രുക്കളെ എതിർക്കുന്ന എനിക്ക് എതിരെ നിൽക്കാൻ 1000 രാവണന്മാർ ഒന്നിച്ചു വന്നാലും സാധ്യമല്ല. ദർശയിത്വാ പുരിം ലങ്കാം അഭിവാദ്യാജമൈഥിലിം ഗമിഷ്യാമി സമൃദ്ധാർത്ഥോ മിഷതാം സർവരക്ഷസാം. രാക്ഷസരെല്ലാം മിഴിച്ചു നോക്കി നിൽക്കെ ലങ്കാപുരിയെ തകർത്ത് സീതയെ വണങ്ങി കാര്യം നേടി ഞാൻ തിരിച്ചു പോകും. ഏവമുക്ത വിമാനസ്ഥ ചൈത്യസ്ഥാൻ ഹരിയൂതവ നനാദ ഭീമനിഹ്രാദു രക്ഷസാം ജനയൻ ഭയം. ചൈത്യഗോപുരത്തിന്റെ മുകളിലിരുന്ന് കവീന്ദ്രൻ കാവൽക്കാരോട് ഇപ്രകാരം പറഞ്ഞ് രാക്ഷസന്മാർക്ക് ഭയം ഉളവാക്കുന്ന വിധം അത്യുച്ചത്തിൽ ഗർജിച്ചു. തേന ശബ്ദേന മഹദാ ചൈത്യപാല ശതം യുയോ ഗ്രഹീത്വാ വിവിധാനസ്ത്രാൻ പ്രാസാൻ ഗർഗാൻ പരശ്വതാൻ. വിസൃജന്തോ മഹാകായ മാരുതിം പര്യവാരയൻ. ഭയാനകമായ അലർച്ച കേട്ട് ചൈത്യപാലകരായ 100 രാക്ഷസർ അസ്ത്രങ്ങൾ, ഈട്ടികൾ, വാളുകൾ, കോടാലികൾ എന്നിവ കയ്യിലെടുത്ത് ചുഴറ്റി മാരുതിയെ വളഞ്ഞു. വിചിത്രാഭിർ ഗതാഭിസ്തേ പരിഗേ കാഞ്ചനാംഗതേ
ആജഗ്നോർവാനരശ്രേഷ്ഠം ബാണൈശ്ചാശനി സന്നിഭൈ. അവൻ വാനരവീരനെ പലതരം ഗദകൾ, പൊൻചീറ്റകളണിഞ്ഞ ഉലക്കകൾ, മിന്നൽ പിണരൊത്ത ശരങ്ങൾ എന്നിവയാൽ പ്രഹരിച്ചു. ആവർത്ത ഇവ ഗംഗായ തോയസ്യ വിപുലോ മഹാൻ പരിക്ഷിപ്യ ഹരിശ്രേഷ്ഠം സബഭൂരക്ഷസാം ഗണ. തതോ വാദാത്മജ ക്രുദ്ധോ ഭീമരൂപം സമാസ്ഥിത. കവിവീരനെ ചൂഴ്ന്നു നിൽക്കുന്ന രാക്ഷസഗണം ഗംഗാജലത്തിലെ പരന്നതും വലിയതുമായ ചുഴി പോലെ വിളങ്ങി. കോപിഷ്ഠനായ വായുപുത്രൻ ഭീമരൂപം കൈക്കൊണ്ടു. പ്രാസാദസ്യ മഹാഗ്രസ്യ സ്തംഭം ഹേമപരിഷ്കൃതം ഉൽപാടയിത്വാ വേഗേന ഹനുമാൻ ഭവനാത്മജ. തതസ്തം ഭ്രാമയാമാസ സതതാരം മഹാബല. തത്ര ചാഗ്നി സമഭവത് പ്രാസാദശ്ചാപ്യദഹ്യത. കരുത്തനായ മാരുതി ആ മണ്ഡപത്തിലെ തങ്കപ്പണികളാൽ അലങ്കൃതമായ ഒരു തൂൺ വേഗം പുഴക്കിയെടുത്ത് ശീഘ്രഗതിയിൽ ചുഴറ്റി. അപ്പോൾ അതിൽ നിന്നും തീയുണ്ടായി, പ്രാസാദവും കത്തിത്തുടങ്ങി. ദഹ്യമാനാം തതോ ദൃഷ്ട്വാ പ്രാസാദം ഹരിയൂതവ പുനസ്തം ഭ്രാമയാമാസ ശതധാരം മഹാബല. മഹാബലവാനായ വാനരത്തലവൻ കത്തിക്കൊണ്ടിരിക്കുന്ന ആ മേട കണ്ട് ആ തൂൺ മുമ്പത്തേക്കാൾ വേഗത്തിൽ പല വിധത്തിൽ ചുഴറ്റി. രാക്ഷസശതം ഹദ്വാ വജ്രണീന്ദ്ര ഇവാസുരാൻ അന്തരീക്ഷേ സ്ഥിത ശ്രീമാൻ ഇതം വചനമബ്രവീത്. ഇന്ദ്രൻ വജ്രായുധത്താൽ അസുരന്മാരെ എന്ന പോലെ ഹനുമാൻ നിരവധി രാക്ഷസന്മാരെ വധിച്ചു. അദ്ദേഹം ആകാശത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ജയഘോഷം മുഴക്കി. മാതൃശാനാം സഹസ്രാണി വസിഷ്ഠാനി മഹാത്മനാം ബലിനാം വാനരേന്ദ്രാണാം സുഗ്രീവ വശവർത്തിനാം അടന്തി വസുധാം കൃഷ്ണാം വയമന്യേ ജവാനര. സുഗ്രീവൻ തൻ്റെ അജ്ഞാനുവർത്തികളും എന്നെപ്പോലുള്ളവരും കരുത്തരും മഹാത്മാക്കളുമായ ആയിരക്കണക്കിലുള്ള വാനരന്മാരെ അയച്ചിട്ടുണ്ട്. അവർ ഭൂമിയിലെങ്ങും തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ദശനാഗബല കേചിത് കേചിത് ദശഗുണോത്തര കേചിത് നാഗസഹസ്രസ്യ ബഭൂവു തുല്യവിക്രമ. ചിലർ 10 ആനകളുടെ ശക്തിയുള്ളവർ, അതിൻ്റെ 10 ഇരട്ടി ബലമുണ്ട് ചിലർക്ക്. 1000 ആനകളുടെ കരുത്തുള്ളവരാണ് വേറെ ചിലർ. സന്ധി ചൗകബല കേചിത് കേചിത് ശതഗുണോത്തര വൈനതേയ ബല കേചിത് കേചിത് വായുബലോപമ. ചിലർ പെരുവെള്ളത്തിൻ്റെ ഒഴുക്കിനൊത്ത ശക്തിയുള്ളവർ, അതിൻ്റെ 10 മടങ്ങ് ശക്തരാണ് ചിലർ. ഗരുഡ തുല്യബലമുള്ളവരാണ് ചിലർ, വേറെ ചിലർ വായു തുല്യ ബലമുള്ളവരാണ്. അപ്രമേയ ബലാശ്ചാനി തത്രാസൻ ഹരിയൂതപാഹ. മറ്റു വാനരശ്രേഷ്ഠന്മാരുടെ ശക്തിയും പരാക്രമവും എത്രയെന്ന് നിർണയിക്കാൻ അസാധ്യമാണ്. അവരെല്ലാം ഉണ്ട്. വിദൈസ്തു ഹരിവൃതോദന്തനകായുധേ ശതേ ശതസഹസ്രൈശ്ച കോടിവീരയുധേരവി ആഗമിഷ്യതി സുഗ്രീവ സർവേഷാം ഭോ നിഷോധന. ഇപ്രകാരമുള്ളവർക്ക് പുറമേ പല്ലും നഖവും ആയുധങ്ങളായുള്ള 100 കണക്കിനും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനുമുള്ള വാനരന്മാർ ചൂഴപ്പെട്ട് നിങ്ങളുടെയെല്ലാം അന്തകനായ സുഗ്രീവൻ ഇവിടെ എത്തിച്ചേരും. നേയം